+2 പഠിക്കുന്ന അല്ലെ ഡിഗ്രിയിലോട്ട് എൻ്റർ ചെയ്യുന്ന ഒരു കുട്ടിയോട് ഇവിടെ പലപ്പോഴും പേരൻസ് പാർട്ട് ടൈം ചെയ്ത് ഈവനിങ് നീ ഏൺ ചെയ്യണം എന്ന് പറയാറില്ല. എന്നാൽ വിദേശത്തേക്ക് പോകുമ്പം നാം പറഞ്ഞതുപോലെ തന്നെ വിദേശത്ത് വിദ്യാഭ്യാസത്തിന് പോകുമ്പം ഇനിയുള്ള ചെലവുകൾ പാർട്ട് ടൈമിൽ കൂടെ കണ്ടെത്തണമെന്ന് പറയുന്ന പേരൻസ് ആ ഒരു അഭിപ്രായം തന്നെ അവിടെ പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ പേരൻസ് അത് പലപ്പോഴും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല. ഇവിടെ നിൽക്കുന്ന ഈ കുട്ടി തന്നെയാണല്ലോ അവിടെ പോകുന്നത്. ഈ കുട്ടിക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യാനുള്ള സഫീഷ്യന്റ് മണി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇതാണ് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത്. ഇപ്പോൾ പാർട്ട് ടൈം ഇവർക്ക് കിട്ടുന്നില്ല, വീട്ടിൽ പൈസ ചോദിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ വലിയ രീതിയിൽ അത് ബാധിക്കപ്പെടും. എങ്ങനെ ഫണ്ട് കണ്ടെത്തണമെന്നുള്ളതിൽ അവർക്ക് അറിയില്ല. അപ്പോൾ പലപ്പോഴും ഇത് അവരെ വേറുള്ള ഇല്ലീഗലെന്നോ അല്ലെങ്കിൽ ഈവൻ ഡ്രഗ് ട്രാഫിക്കിങ്ങിൽ പോലും കുട്ടികൾ ഉൾപ്പെട്ടിട്ടുള്ള കേസുകൾ പല രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ആ സാഹചര്യം മോശമാകുമ്പോൾ 18 ഇയേഴ്സ് ഉള്ള ഒരു കുട്ടിക്ക് അവിടെ ഒരു സപ്പോർട്ട് ഇല്ലാത്ത ഒരു നാട്ടിൽ അവരുടെ റിലേറ്റീവ്സോ ഒന്നും അല്ല പേരൻസോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അവരുടെ ഡിസിഷൻസ് എപ്പോഴും കറക്റ്റ് ആകണമെന്നില്ല. ഹൗ ടു ഐഡന്റിഫൈ മണി ഫോർ ദെയർ എക്സിസ്റ്റൻസ് ഇൻ ദാറ്റ് കൺട്രി. അപ്പോൾ ഇതൊരു വലിയ പ്രോബ്ലമാണ്.